ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ പേര് ബിജു ജോസഫ്. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഈ വർഷം 2023 ജനുവരി മാസം 16-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ് എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രാവശ്യം പറഞ്ഞു. എന്നാലും എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കൂടി വന്നപ്പോൾ അമ്മ മാതാവ് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് എനിക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ജനുവരി മാസം 16-ാം തീയതി ഉടമ്പടി എടുത്തു. അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും ബദിസിൽ 6 നിയോഗങ്ങൾ അർപ്പിച്ചു. എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു, എനിക്കിപ്പോൾ ഒരു 46 വയസ്സായി. കഴിഞ്ഞ 26 വർഷക്കാലം മദ്യത്തിനും പുകവലിക്കും അടിമയായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ജനുവരി മാസം 16-ാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ ഏകദേശം 87 ദിവസം മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും എനിക്ക് അമ്മ മാതാവ് വിടുതൽ തന്നു. ആ അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് ഇടയായത് ഓർത്ത് ഞാൻ അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരു വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10-18 വർഷക്കാലം ഞാൻ കുടുംബമായിട്ടും കുറേ വർഷക്കാലം ഞാൻ ഗൾഫിലായിരുന്നു. 2019 ഞാൻ നാട്ടിൽ വന്നു. തിരിച്ചെനിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. കൊറോണയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വയസ്സ് ഏജിൻ്റെ പ്രോബ്ലം അവർ പറയുന്നു. 45 വയസ്സ് എബോവായി കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരെല്ലാം 40 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരെയാണ് അവർക്ക് ആവശ്യം. പിന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് എൻ്റെ ട്രേഡിലുള്ള വേക്കൻസികൾ കാണത്തില്ല. അങ്ങനെ ഒരു ഏകദേശം ഒരു 3-4 വർഷക്കാലം ഞാൻ നാട്ടിൽ തന്നെ കഴിയേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു. ഞാൻ വീട് വെച്ചതിനായിട്ടുള്ളൊരു ലോൺ ഉണ്ടായിരുന്നു. എനിക്ക് 3 കുട്ടികളാണ്, കുടുംബം. അങ്ങനെ എനിക്ക് വളരെ പ്രയാസത്തിൽ കൂടെ കഴിയുന്ന ഒരു അവസരമായിരുന്നു. പല ആളുകളോടും പല ഇടങ്ങളിലും പല രീതികളിലും ഞാൻ ഗൾഫിലേക്ക് കടന്നു പോകാനായിട്ടുള്ള വഴികൾ നോക്കി. എന്നാൽ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നില്ല. ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചതിൽ രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എനിക്ക് വിദേശത്തേക്ക് ഒരു ജോലിക്ക് പോകേണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഡെയിലി ഞാൻ രാവിലെയും വൈകിട്ടും പ്രദക്ഷിണ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ പ്രദക്ഷിണ പ്രാർത്ഥനയെല്ലാം ചെയ്ത് ജസ്റ്റ് മൊബൈലിലെടുത്ത് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ വേക്കൻസികൾ നോക്കുമായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്നൊരു സൗദി അറേബ്യയിലേക്ക് ഒരു വേക്കൻസി വരികയും അത് നമ്പർ വന്നു. പെട്ടെന്ന് തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടു. ചിലപ്പം പിന്നെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ കാണത്തില്ല. ഒരേ ഒരു വേക്കൻസി ഉള്ളായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു. ഡൽഹിയിലുള്ള ഒരു ഏജൻ്റായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ ബയോഡേറ്റ അയച്ചു തരൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബയോഡേറ്റ അയച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ സൗദിയിൽ നിന്ന് എനിക്ക് ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ നടന്നു. ആ ഇൻ്റർവ്യൂ നടന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. അത് പാസ്സായത് ഞാൻ ഇൻ്റർവ്യൂ നടത്തിയെന്ന് ചോദിച്ചാൽ അമ്മ മാതാവിൻ്റെ കാശ് രൂപ ഇതുപോലെ കയ്യിലിട്ടു. ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാൻ ജോലി സമയത്ത് വെച്ചാണ് എന്നെ ഇൻ്റർവ്യൂവിന് അവർ ടൈം തന്നത്. അവിടെ ഞാൻ ഒരു റൂമിലിരുന്നിട്ടാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തിയത്. ആ സമയത്ത് ഞാൻ നേർച്ച വസ്തുവായി ഉപ്പ് അവിടെ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് അവിടെ ഇട്ട് ഉപ്പിൻ്റെ മേളിൽ ഇരുന്നാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഒരേ ഒരു പേടിയുള്ളൂ, ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും. പക്ഷേ എൻ്റെ വയസ്സിൻ്റെ പ്രോബ്ലം. എന്നാൽ എൻ്റെ അമ്മ മാതാവ് അവിടെ എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷനായി. പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു. എനിക്ക് ഈ ഞായറാഴ്ച പോകുവാനായി ടിക്കറ്റ് വരെ ലഭിച്ചു. ഈ നൊയിമ്പ് സീസണിൽ സാധാരണ ഗൾഫിൽ വിസകൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വളരെ ലെയറായിട്ട് മാത്രമേ ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ. പക്ഷേ 1 മാസത്തിനുള്ളിൽ എൻ്റെ ഇൻ്റർവ്യൂ നടന്നു. എനിക്ക് അവിടുന്ന് ഞാൻ അവിടെ ഇൻ്റർവ്യൂ നടത്താൻ പോയില്ല. ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ നടന്ന് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും ഞാൻ ഡൽഹിക്ക് അയച്ചു കൊടുത്തു. അവിടുന്ന് ഇപ്പോൾ അവരവിടുന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടും അയച്ചു തന്നിരിക്കുവാണ് ഞായറാഴ്ച പോകുവാനായിട്ട്. ഇത് എൻ്റെ അമ്മ മാതാവ് ചെയ്തതല്ലാതെ വേറെ ആരും ചെയ്തതല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. കാരണം 4 വർഷക്കാലം ഞാൻ പല രീതിയിൽ, കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്,
പക്ഷെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി. ഞാൻ പരാജയപ്പെട്ടു പോയി, എൻ്റെ എക്സ്പീരിയൻസ് പരാജയപ്പെട്ടു പോയി, എല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ എൻ്റെ അമ്മ മാതാവിലുള്ള വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചപ്പോൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നല്ല ഒരു ജോലി തന്നു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു. അതിശക്തമായ തലവേദന വരും. അന്നേരമൊക്കെ ഗുളിക കഴിക്കും. ചിലപ്പോൾ ഓർക്കും അന്നൊക്കെ മദ്യപിക്കുന്ന സമയമാണ്, മദ്യപിക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കും. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തലവേദന വന്നു. ഞാൻ ആ കാശ് രൂപ എടുത്ത് ഇതുപോലെ പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഇതുവരെ എനിക്ക് തിരിച്ച് ആ തലവേദന വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ കൂടെ മറ്റ് ചിലരിൽ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. അതിൻ്റെ ഏക ഒരു കാരണമാണ് എനിക്ക് പറയാനുള്ളത്. ഈ എറണാകുളത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ തൊട്ട് അടുത്തിരുന്ന ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരന് വെൽഡറെന്ന് പറഞ്ഞ് ഒരു ട്രേഡിലേക്ക് കടന്നു പോകാനായിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. പക്ഷെങ്കിൽ ഞാൻ അന്നൊരു സൂപ്പർവൈസർ വേക്കൻസി പോകാനായിട്ട് ഞാനും പുള്ളിയോട് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ജസ്റ്റ് പരിചയപ്പെട്ടു, പേര് ചോദിച്ചു, എടപ്പള്ളിയിലാണ് വീടെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാനൊരു കാര്യം ചോദിച്ചു, 10-15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സൂപ്പർവൈസർ വിസയിൽ പോയിക്കൂടെ? 70,000-ന് പകരം നിങ്ങൾക്കൊരു 1.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. അമ്മ മാതാവിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഈ കാശി രൂപം, ഈ മാല ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് പുള്ളിക്കാരനെ ഇൻ്റർവ്യൂ നടത്തുന്ന റൂമിലേക്ക് കയറ്റി വിട്ടു. തിരിച്ച് പുള്ളി ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ്, എൻ്റെ CV നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, എന്നെ സെലക്ട് ചെയ്തു സൂപ്പർവൈസറായിട്ട്. ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. അന്നത്തെ ഒരു മണിക്കൂറത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പുള്ളി എന്നെ ഇടയ്ക്കെല്ലാം വിളിച്ചു. പുള്ളി ഇപ്പം വിദേശത്തേക്ക് പോയി, എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ കൂടെ നമുക്ക് മാത്രമല്ല അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, നമ്മളിൽ കൂടെ മറ്റു പലർക്കും അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. അതിനൊരു ചെറിയ ഉദാഹരണം കൂടെ പറയട്ടെ. ഇപ്പോൾ ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഇവിടുത്തെ അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ എൻ്റെ മദ്യപാനം നിർത്തിയത്, എനിക്ക് പെട്ടെന്ന് ജോലി, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജോലി എനിക്ക് ലഭിച്ചത് ഈ അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ഹിന്ദുവാണ് പുള്ളിക്കാരൻ ഇന്നിപ്പോൾ എൻ്റെ ഒപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു കൊള്ളുന്നു.